ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ എസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് ഞങ്ങൾ തിരിച്ചു പോവും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലേക്കാണ് കയറിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാൻ ഗോതമ്പ് പുട്ടും പഴവും കടിഞ്ചായയായിരുന്നു കേട്ടോ. പാല് പിരിഞ്ഞു പോയി. നമ്മുടെ കാശിക്കുട്ടൻ ഇവിടെ ഇരുന്ന് രാവിലെ തന്നെ പുട്ടും പഴവും കഴിക്കുന്നുണ്ട്. അടുപ്പത്ത് ചോറ് വേവുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ചീനി അരിയുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ മീൻ കഴുകാമെന്ന് വിചാരിച്ച് മീനൊക്കെ എടുത്ത് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ നമുക്ക് മീൻ കഴുകാം. മീൻ കഴുകാവേ. ചോറ് എന്തോ നോക്കട്ടെ. എന്തെങ്കിലും അത് അടച്ചിടണം. അപ്പോൾ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറ് അടച്ചിടാം. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് കേട്ടോ ചോറ് ഊറ്റുന്നത്. അതായത് കലത്തിൽ തന്നെ വെച്ചിട്ട് അടച്ചിടുക ചെയ്യുന്നത്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ അരിപ്പയില്ലേ അതിലൊക്കെ കോരി വെച്ചിട്ട് ഊറ്റുന്നത്. ഞങ്ങളിവിടെ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പേടിയൊന്നുമില്ല ചെയ്യുന്നതിന്. അങ്ങനെ ഞാൻ ദാണ്ടേ അരിയൊക്കെ അടച്ചിട്ട് കേട്ടോ. ഇനി ഞാൻ മീൻ കഴുകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ രാവിലെ മീൻ കൊണ്ടുവരും കേട്ടോ. പെട്ടിയോട്ടയിലെ മീൻ കൊണ്ടുവരും. അപ്പോൾ നമ്മളങ്ങനെ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. ഇച്ചിരി ഒരു അളിഞ്ഞൊരു മീനായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ തൊലി ഇരിയുന്ന മീനും കൂടെ ആയിരുന്നു. ഞാൻ ആകെപ്പാടെ പാടുപെട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇരുമ്പാണെങ്കിൽ നല്ല മൂർച്ചയും ഉണ്ടായിരുന്നില്ല. കുറേ നേരം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ മീൻ വൃത്തിയാക്കി എടുത്തത്. ആ സമയം കൊണ്ട് അമ്മ ചീനിയൊക്കെ കഴുകിക്കൊണ്ട് അടുപ്പത്ത് വെച്ചേ കണ്ടോ. മീനാണെങ്കിൽ ആകെ കുളമായി കേട്ടോ. എന്നാലും ഞാൻ കറി വെച്ച് നമ്മളെ വിറകടുപ്പിലാണ് കേട്ടോ ഇവിടെ മീൻ കറി വെക്കുന്നത്, മൺചട്ടിയിലെ. പിന്നെ തോരന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ബീറ്റ്റൂട്ട് തോരനും മീൻ കറിയും ചീനിയാണ് കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. എന്തിനാണെന്ന് വെച്ചാൽ കറിവേപ്പില ഒടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ നമ്മുടെ ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ വേവിച്ച ചീനിയും ഞാൻ വെച്ച തോരനും പിന്നെ ഞാൻ വെച്ച മീൻകറിയും ഇതെല്ലാം കൂട്ടി ഉച്ചയ്ക്കൊരു പിടി പിടിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവാം. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് പണി അല്ലാതെ വേറെ ഉണ്ട് കേട്ടോ. ഈ പെട്ടി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം കേട്ടോ. അവിടത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ ഇവിടെ നിന്ന സമയത്ത് വാങ്ങിയതാണ്. ഇത് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാനിവിടെ നിന്ന സമയത്ത് വാങ്ങി വെച്ചതാണ്, മോൻ്റെ തുണിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞങ്ങളങ്ങ് ഏട്ടൻ്റെ വീട്ടിലായതുകൊണ്ട് ഇനി ഇത് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അവിടെ ചെറിയ റൂമായതുകൊണ്ട് സാധനങ്ങളൊക്കെ പറക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അത് കുറച്ചുനാൾ എടുക്കാതൊക്കെ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ മാറ്റി കട്ടിലോട്ട് മാറ്റി വെച്ചിട്ട് പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നു. കഴുകാൻ നിൽക്കുന്നില്ല. കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം തന്നെ കുറേ സമയമായിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി നിന്ന സമയം പോവും. അപ്പോൾ എല്ലാം തുടച്ച് പൊടിയൊക്കെ തട്ടി സെറ്റാക്കി വെച്ച കേട്ടോ. അതിൻ്റെ എല്ലാം ഊരി മറ്റേ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് ഊരി സെപ്പറേറ്റ് ആക്കാം. അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കുമല്ലോ. മറ്റേ സ്കൂട്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകാമല്ലോ എന്നുള്ള വിചാരിച്ചു കേട്ടോ. പിന്നെ നല്ലൊരു സാധനമാണ് ഈ പെട്ടി കേട്ടോ. ഞാനാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ്. മോൻ്റെ കുഞ്ഞുനാളിൽ വാങ്ങിച്ച. അവനിപ്പം 5 വയസ്സായില്ലേ. അപ്പോൾ അവന് അത്രയും വർഷം നിന്നില്ലേ. നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതിനി എനിക്ക് ഇവിടെ നിന്ന് മാവേലിക്കരയിലേക്ക് കൊണ്ടുപോകണം. അതിനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാണ് എനിക്കിനി ചോറ് കഴിക്കാൻ. ചോറ് കഴിച്ചില്ല. അമ്മയാണെങ്കിൽ വെളിയിൽ തുണി കഴുകുക കേട്ടോ. അപ്പോൾ അമ്മയും കൂടെ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ഞാനാണെങ്കിൽ ആകെ നിന്ന് വിഷമിച്ചാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ ഇവിടെ തന്നെ അല്ലായിരുന്നോ. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് പോകുന്നതിൻ്റെ. എങ്കിലും നമുക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവനെ ആണെങ്കിൽ സ്കൂളിൽ വിടണം. തുടക്കിരുന്നോ അഡ്മിഷൻ തുടക്കി.
അപ്പോഴേക്കും നമ്മുടെ ഹെൽപ്പർ കാശിക്കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് മാത്രമല്ല, അവിടെ കിടക്കുന്ന ആക്രികളും കൂടെ പറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ അമ്മയാട്ടോ. അമ്മ തുണി കഴുകുക. നേരിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. രാവിലെ എന്നോട് പറഞ്ഞെടുക്കണ്ടെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കാണുമ്പോൾ മിക്കവാറും എന്നെ വഴക്ക് പറയും. എന്നാലും സാരമില്ല. അങ്ങനെ ചോറ് കഴിക്കണം കേട്ടോ. ആണെങ്കിൽ ഞങ്ങൾ പോവാണ് കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോവാം. വേണ്ടേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഷാമേട്ടൻ ഞങ്ങളെ വിളിക്കാൻ വരും. വന്നിട്ട് പോകുമ്പോൾ എന്തോ ഒരു വിഷമം. അപ്പം സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു. വൈകുന്നേരം കേട്ടോ. അപ്പം ഇനി കുളിക്കുക, നനയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളാണ്. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ റെഡിയാവാൻ. അമ്മ ഇവിടെ കാണുന്നില്ല. തോലിന് പോകുമെന്ന് പറഞ്ഞായിരുന്നു ആടിനെ. ഇനിയിപ്പോൾ അതിന് പോയേക്കുമായിരിക്കും, കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകിയിടണം. പിന്നെ കുറച്ച് ചെടി കൊണ്ടുപോകണം കേട്ടോ എനിക്ക്. അവിടെ ആണെങ്കിൽ ചെടികൾ തീരെയില്ല. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുപോകണം എനിക്കിവിടുന്ന്. അതിനിപ്പോൾ കുളിച്ചിട്ടൊക്കെ കുറച്ചുകൂടെ പോകാറൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. കാശയാണ് അകത്തുണ്ട് കേട്ടോ. ഞാനവിടെ ടി വി കാണുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.